നമസ്കാരം. US പ്രസിഡന്റായി രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ എന്തൊക്കെ മാറും എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. അതിലേറ്റവും പ്രധാനം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമോ എന്ന ചോദ്യമായിരുന്നു. ഗസ വെടിനിർത്തലിന് ട്രംപ് കാര്യമായി തന്നെ ശ്രമിച്ചു. പക്ഷേ ബന്ദികളെ വിട്ടുകിട്ടിയാൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇതിന് ട്രംപിന്റെ പിന്തുണ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. വിശദമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. 15 മാസം വംശഹത്യ തുടർന്നിട്ടും യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാത്ത ഇസ്രായേൽ ഒടുവിൽ വെടിനിർത്തൽ കരാറിന് വഴങ്ങി. ഹമാസിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ നെതന്യാഹു ഹമാസുമായി കരാറിൽ ഒപ്പിട്ടു. ബന്ദികളെ മോചിപ്പിക്കുമെന്ന രണ്ടാമത്തെ യുദ്ധലക്ഷ്യം നേടാത്തതുകൊണ്ടാണ് നെതന്യാഹുവിന് ഈ കരാറിലേക്ക് തന്നെ നീങ്ങേണ്ടി വന്നത്. ഗസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്നുറപ്പാക്കാനും നെതന്യാഹുവിന് കഴിഞ്ഞില്ല. ഘട്ടം ഘട്ടമായി ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും നെറ്റ്സരീം ഇടനാഴിയിൽ നിന്നും പിന്മാറും എന്നാണ് ഇസ്രായേൽ ഹമാസിന് മുമ്പിൽ എഴുതി ഒപ്പിട്ടു നൽകിയത്. ഗസ വെടിനിർത്തലിനായി US രാഷ്ട്രീയത്തിലെ കടുത്ത എതിരാളികളായ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും കൈകോർക്കുന്നതാണ് നാം കണ്ടത്. ഗൾഫിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ട്രംപിന് പ്രധാനമാണ്. തൻ്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളിയായ സ്റ്റീവ് വിറ്റ്കോഫിനെയാണ് ഈ ചർച്ചയിൽ പ്രത്യേക ദൂതനായി ട്രംപ് നിയോഗിച്ചത്. നെതന്യാഹുവിനെ വഴിക്ക് കൊണ്ടുവരാൻ ചില ഓഫറുകൾ അമേരിക്ക മുന്നോട്ട് വെക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റത്തിനെതിരായ ഉപരോധം തീർക്കാമെന്നും ഇസ്രായേലിനെതിരായ രാജ്യാന്തര കോടതികളുടെ നീക്കങ്ങളെ തടയാൻ സഹായിക്കാമെന്നും വാഗ്ദാനം നൽകി എന്നാണ് റിപ്പോർട്ട്. കുറേയേറെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നതാകും 15 മാസം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിനുള്ള നേട്ടം. 18,000 കുട്ടികളെയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കിയത്. കുഞ്ഞുങ്ങളെ തിരഞ്ഞുപിടിച്ചു കൊന്ന ചരിത്രത്തിലെ അപൂർവം അനുഭവമായിരുന്നു ഗസയിൽ കണ്ടത്. ഈ കുഞ്ഞുങ്ങൾ കണ്ട മരണങ്ങളും ദുരിതങ്ങളും വംശഹത്യയും സമാനതകൾ ഇല്ലാത്തതാണ്. മുതിർന്നവർക്ക് പോലും താങ്ങാനാകുന്ന വേദനകളായിരുന്നില്ല അവയൊന്നും. ഗസയിൽ അതിജീവിച്ച ഈ കുഞ്ഞുങ്ങൾ വരും നാളിൽ ഇസ്രായേലിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇസ്മായിൽ ഹനിയ, യഹ്യ സിൻവാർ തുടങ്ങിയ നേതാക്കളെ ഇല്ലാതാക്കിയതാണ് ചിലർ ഇസ്രായേലിൻ്റെ യുദ്ധവിജയമായി അവകാശപ്പെടുന്നത്. പക്ഷേ അവർക്ക് ഹമാസിൻ്റെ ചരിത്രം അറിയില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനുള്ളിൽ ഹമാസിൻ്റെ മുതിർന്ന എല്ലാ നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഹമാസ് തകരുന്നതല്ല ലോകം കണ്ടത്. കൂടുതൽ കരുത്തുള്ള നേതാക്കൾ ഉയർന്നു വരുന്നതാണ്. സാമ്പത്തികമായും സൈനികമായും നയതന്ത്ര തലത്തിലും ഇസ്രായേലിന് അമേരിക്ക നിർലോഭം നൽകിയ പിന്തുണയാണ് ഗസ വംശഹത്യയ്ക്ക് കൂട്ടായത്. അമേരിക്കയിലെ ജൂത ലോബിയും ആയുധ ലോബിയും ചേർന്ന കൂട്ടുകെട്ടാണ് ഈ യുദ്ധത്തെ നീട്ടിക്കൊണ്ടുപോയത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ ബജറ്റിൻ്റെ ഏകദേശം 15% US സഹായമാണ്. ബൈഡൻ സർക്കാർ പടിയിറങ്ങുമ്പോഴും ആ രക്തക്കറ അവരുടെ കൈകളിലുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ബൈഡനും ആന്റണി ബ്ലിങ്കനുമെല്ലാം വിയർക്കുന്നത്. US പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ലോകം പഴയ പോലെയാകില്ല. ഫലസ്തീനില്ലാത്ത പുതിയ പശ്ചിമേഷ്യ എന്ന ഇസ്രായേലിൻ്റെ പദ്ധതിക്ക് ട്രംപ് സഹായം നൽകുമോ എന്നതാണ് പ്രധാനം. നെതന്യാഹുവിൻ്റെ സ്വയം താൽപ്പര്യത്തിന് ട്രംപ് വഴങ്ങിയാൽ യുദ്ധവും വംശഹത്യയും തുടരും. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.